Number 20 Live Speed Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. Judges, Yes. ഒരു ഫാമിലി റൗണ്ട് കാണാം. ഓക്കെ, കുറെ ആളുകൾ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്താണ് അവരുടെ തീം ഒന്നും നമുക്ക് അറിയില്ല, ഏത് പാട്ടാന്നും അറിയില്ല. നമുക്ക് കാണാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ശ്രേയ ആൻഡ് ഫാമിലി. കരയല്ലേ കരയല്ലേ വാവേ. ബാനു, ആ അമ്മേ, നീ ഡിവോഴ്സിന് സമ്മതിക്കൂലല്ലേ? എന്റെ മോനൊരു ഭാവിയുള്ളതാ, നീ ആയിട്ട് അത് തടസ്സം നിൽക്കരുത്. മര്യാദക്കൊപ്പിട്. ഏട്ടാ അമ്മ വന്നിട്ടുണ്ട്. ഏട്ടൻ കേട്ട് വാ, നമുക്ക് സംസാരിക്കാലോ. ഭാനു, എന്റെ തീരുമാനം അമ്മ പറഞ്ഞത്. നീ അത് പെട്ടെന്ന് സൈൻ ചെയ്യാൻ നോക്ക്. അടുത്ത മാസം എന്റെ കല്യാണം നിശ്ചയിച്ചേക്കുക. അപ്പോ നമ്മുടെ മോള്? മോൾ എന്റെ മാത്രമല്ലല്ലോ, നിന്റെയും കൂടിയല്ലേ. എനിക്ക് എന്റെ ഫ്യൂച്ചർ നോക്കിയേ പറ്റൂ. അങ്ങനെ പറയല്ലേ ഏട്ടാ, ഞാനും മോളും തനിച്ചായി പോവും. ഞങ്ങൾക്ക് ആരാ ഉള്ളേ? ഹലോ ഏട്ടാ. ഇനി നീ എന്താച്ചാ ചെയ്തോ. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരു പൂവേ, മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ, പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലിൽ എന്തേ മുട്ടിയില്ല,
എന്തു പറ്റി? എന്താ മോളെ? ഏയ് ഒന്നുമില്ല അമ്മ. കയ്യിലെന്താ നോക്കട്ടെ? ചോരയോ? വാ ഹോസ്പിറ്റലിൽ പോവാ. മോളെ, അയ്യോ മോളെ. അമ്മേ, ദൈവം, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയേ? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അമ്മ ഇത് അറിയരുതെന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. അമ്മ സങ്കടപ്പെടാണ്ടിരിക്കാനാ ഞാൻ പറയാഞ്ഞ്. മോളെ, എന്തൊക്കെയാ പറയണേ മോളെ? എനിക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടമാ. മോളെ, മോളെ, മോളെ. Welcome back to Amrithveni Life with Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ കയ്യടി കൊടുക്കാം ഈ ഒരു പെർഫോമൻസിന്. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് ആ ഒരു ഹാപ്പിനെസ്സിലൂടെ ഫുൾ നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ക്ലൈമാക്സിൽ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ക്ലൈമാക്സ് പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഈ ഒരു തീമില്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ. ഓരോരുത്തരും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായി. ഹലോ, നമ്മളെപ്പോഴും നമ്മുടെ ഈ ഫ്ലോറിൽ മെൻഷൻ ചെയ്യുന്ന ഒരാളാണ് ഇത് ശ്രേയയുടെ അമ്മ. ശ്രേയക്ക് എപ്പോഴും ഫുൾ സപ്പോർട്ടായിട്ട് ശ്രേയനെ എങ്ങനെ ഒരു സ്റ്റേജിൽ ഭംഗിയായിട്ട് നിർത്തണോ അതിൻ്റെ കാര്യങ്ങളൊക്കെ പാട്ട് വന്ന് പാടുക എന്നുള്ളതാണ് അവളുടെ ഡ്യൂട്ടി. ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലും ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഈ നിൽക്കുന്നത്. ഈ ഒരു കണ്ടന്റ് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു സമയം തൊട്ട് അമ്മ ഇരുന്ന് കരയുമായിരുന്നു. എന്താ വെച്ചാൽ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷനിൽ കടന്നു വന്നിട്ടുള്ളതാണ്. അപ്പം നമ്മളെ സ്റ്റോറി തന്നെ നമുക്ക് ഒരു പാർട്ടായിട്ട് വരുമ്പോൾ ഒരു വിഷമം ഉണ്ടായി, അത്രയേ ഉള്ളൂ. പാറു, ഈ തുടങ്ങിയ കണ്ടില്ലേ നീ? അതെ, അവിടെ നിന്ന് ഒരു നൈറ്റ് ഇട്ട് അപ്പോഴേ എനിക്കറിയാം ഉള്ള സാരി എല്ലാം ഇവിടെ എടുത്തോണ്ട് വന്ന് പാവാടയാക്കിയത്. അതിന്റെ ഒരു കോലമായിരിക്കും. പിന്നെ നോക്കിയപ്പോ ഈ കഥാപാത്രം ഇതൊക്കെ ആരാണ് പറയൂ? ഇത് അമ്മയുടെ അനിയത്തിയാണ്, ചെറിയമ്മ ശോഭ. ഓക്കെ. ടൈലറാണ്, ഡാൻസറാണ്. നിങ്ങളുടെ കുടുംബത്തോടെ ടൈലേഴ്സാണോ? അല്ല ഈ കുഞ്ഞിനെ പിറങ്ങിണിയോ? ഇത് നമ്മുടെ ചേച്ചിയുടെ മോളാണ്. അതാണോ കുടുംബം? ഞങ്ങളെല്ലാരും കുടുംബക്കാരാണ്. എല്ലാരും കുടുംബക്കാരായി. ഓക്കെ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോ തൊട്ടേ അമ്മ ഭയങ്കര ഇല്ല, എനിക്ക് ഒരു എന്താ വെച്ചാല് നമ്മൾ ആഗ്രഹിക്കണില്ലല്ലോ നമ്മൾ ഉള്ള സമയത്ത് ഒരു മകൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യണില്ലല്ലോ. അപ്പൊ അത് കേട്ട പാടന്നെ സത്യം പറഞ്ഞ് ഞാൻ ചോറ് കഴിക്കായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ കിടക്കടച്ചിട്ട് കണ്ണീര് ഇങ്ങനെ വരുന്നു. പിന്നെ ഞാൻ എന്നെ മനസ്സിലായി അതൊരു ക്യാരക്ടറല്ലേ, നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ അത് ഓക്കെ ആക്കി. അല്ല, അമ്മ നിർത്തിക്കൊണ്ട് നമ്മളെ ശ്രേയടുത്ത് എന്തായാലും അമ്മയെ കുറിച്ച് ചോദിക്കണം. കാരണം അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണത്. പറ. അമ്മ എന്ന് പറയുമ്പം ഒരു സിംഗിൾ മദർ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ അങ്ങോട്ടും, ഞങ്ങൾ മൂന്നാളും ഒരു ലോകമാണ്. ഞാൻ ചേച്ചിയുണ്ട്, അപ്പം ചേച്ചിയും ഞാനും അമ്മയും ഒരു ലോകമാണ്. പിന്നെ അവിടെ അമ്മ എന്താ പറയുക, ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഞങ്ങൾക്ക് അറിയാലോ, അമ്മയും മക്കളും പോലും അല്ല, ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയാണ്. അമ്മ ഇപ്പൊ പ്രോഗ്രാംസിനൊക്കെ എപ്പോഴും ശ്രേയയുടെ കൂടെ ചെറുപ്പം മുതൽക്ക് ഞാൻ പ്രോഗ്രാംസിന് പോകുമ്പോൾ അവളെ കൂടെ ഉണ്ടാവാറുണ്ട്. ചെറുതിന്റെ കയ്യിലൊന്നും കൊടുത്തേ. ഹായ്. ഹായ്. ഈ ഫാമിലിയിലെ ആണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ അവയുടെ ഫാമിലിയിലെ? ആരത്? മേമയാണോ അത്? മേമ എങ്ങനെയാള്? മക്കളെ പറഞ്ഞോ, എന്തെങ്കിലും അലമ്പാണെങ്കിൽ പറഞ്ഞോടാ. പാവാണോ കുറുമ്പിയാണോ? കൊച്ചിനെ എടുത്തിട്ട് ഇടിക്കുള്ളൂ. ഓക്കെ. അപ്പൊ ഈ ഒരു പെർഫോമൻസിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്തൊരു കാര്യം, മഞ്ജരി ചേച്ചി ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു. ചേച്ചി ബേസിക്കലി ഒരു അമ്മ മകൾ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ
എനിക്ക് എൻ്റെ അമ്മേനെയാണ് ഞാൻ ആ ഒരു സ്ഥാനത്ത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വല്ലാണ്ട് അത് റിലേറ്റ് ചെയ്തു. പ്രത്യേകിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പം ശ്രേയയുടെ അമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നല്ല രസകരമായിട്ട് അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആദ്യം ഒരു സിംഗിൾ മദർ ആയത് എങ്ങനെയെന്നുള്ളതാണല്ലോ ആദ്യം കാണിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നെ ആ കുട്ടിയുടെ കൂടെ ഇരുന്നിട്ടുള്ള ആ കുറേ മോമെൻറ്റ്സ്, അതായത് അമ്മയും മകളുമായിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അമ്മ നമ്മളുടെ അടുത്ത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് അതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടി വളർന്നു. അതിനുശേഷം അതിമനോഹരമായ രീതിയിലാണ് അഭിനയിച്ചത്. ആ വോയിസ് മോഡുലേഷനൊക്കെ ശരിക്കും അത് ജീവിതത്തിലുള്ള ആ വേദനയാണ് എനിക്കത് ഫീൽ ചെയ്തത്. അത് ആ അമ്മയുടെ ആ മോളെ മോളെ എന്നുള്ള ആ വിളിയും അതിലൊക്കെ ഒരു വല്ലാത്തൊരു വേദനയും ഒരു ഒറിജിനാലിറ്റിയും ഫീൽ ചെയ്തു. എനിക്ക് എൻ്റെ അമ്മേനെയൊക്കെ ഓർമ്മ വന്നു. എനിക്ക് അതെൻ്റെ ഒരു വികാരമാണ്. എനിക്ക് എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒരിക്കലും അമ്മയിൽ നിന്നും മാറിയിട്ടുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടെ അമ്മയുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, ശരിക്കും അതിവിടെ കാണാൻ പറ്റി. ശരിക്കും അമ്മ എന്ന് പറയുന്ന ആ ശക്തി ഉണ്ടല്ലോ, ശരിക്കും ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ഒരുപാട് വേദനയുള്ള, ഇപ്പം എനിക്കിത് പറയുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വേദനയാണ്. അപ്പം അത് ഇന്ന് ശരിക്കും ഇങ്ങനെ ഒരു ആക്ട് വന്നപ്പോഴത്തേക്ക് വല്ലാണ്ട് ഹൃദയത്തിൽ ടച്ച് ചെയ്തു. അത് ആ വേദന മാറുന്നില്ല. ബട്ട് ഹാറ്റ്സ് ഓഫ്. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ സിംഗിൾ മദർ ആയിട്ടുള്ള ഒരുപാട് അമ്മമാരുണ്ട്. അപ്പൊ അമ്മയ്ക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ അമ്മയുടെ ആ ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ജേർണി എങ്ങനെയായിരുന്നു അമ്മ? അല്ല, ആരും ആശ്രയിക്കാതെ ജീവിക്കുക എന്നാണ്. നമ്മളൊരു താങ്ങാൻ ആളുണ്ടാവുമ്പോഴാണ് തളർച്ച ഉണ്ടാവുക പറയുമല്ലോ. അപ്പോൾ ആരും ഡിപ്പെൻഡ് ചെയ്യരുത്. നമുക്കൊരു തൊഴിലുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ മാന്യമായിട്ട് നമ്മളെ പണിയെടുത്ത് ജീവിക്കുക. അതിലാരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരാളെ പേടിക്കേണ്ട ആവശ്യം. ഇത് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാം. അത് മാന്യമായ രീതിയിൽ അന്തസ്സായിട്ട് പോവാം. ഇത്രയും ഇതല്ലെങ്കിലും ശ്രേയയുടെ ഒരു സിറ്റുവേഷൻ ഞാൻ കടന്നു പോയ ഒരാളാണ്. ശ്രേയക്ക് ഈ നട്ടെല്ലിന് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ ഇതേപോലെ ആരുമില്ല, കോവിഡിന്റെ ടൈമായിരുന്നു. ഹോസ്പിറ്റലിൽ ഞാൻ മാത്രമാണ്. രാത്രി 12 മണിക്ക് പെയിൻ വന്നിട്ട് അവള് കിടന്ന് പെടയുക. മരുന്ന് മേടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ 7ാമത്തെ ബ്ലോക്കിലെറ്റ പോകണം. അപ്പൊ അവിടെ പോയിട്ട് വാങ്ങിച്ച് പോയിട്ട് ഇവിടെ അടുത്ത ആളില്ല. പോയി പകുതി വഴിക്ക് ഞാൻ തിരിച്ച് ഇങ്ങടന്നെ മരുന്ന് മേടിക്കാതെ തിരിച്ച് പോന്നിട്ട് ഞാൻ കിടന്നിട്ട് അവളൊരു പൊസിഷനിൽ ഞാൻ കിടത്തും. ആ കിടത്തിയിട്ട് അവളെ കാലൊക്കെ മേലിട്ടിട്ട് എൻ്റെ മേലെ കടന്നു കഴിഞ്ഞാൽ അപ്പം കുറച്ച് അവൾക്ക് സുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയേ കിടക്കുക ചെയ്യുക. ചിലപ്പം നേരെ വെളുക്കണ സമയത്ത് എൻ്റെ ഒരു സൈഡ് മരവിച്ചിട്ടുണ്ടാവും. അപ്പം ആ ഒരു സത്യത്തിൽ അതൊക്കെ ഞാൻ ഓർത്തുപോയി. അതൊന്നും സാരില്ല. ഇപ്പൊ നോക്ക്, ഈ ഒരു ഫ്ലോറിൽ ഇത്രയും വലിയൊരു ഒരുപാട് ഹാപ്പിയാണ്. ഇപ്പൊ ഞാൻ പറയണെങ്കിൽ അവള് കാരണമാണ് ഞാൻ ഈ സ്റ്റേജിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് വരാൻ പറ്റില്ല. അത് അതിമനോഹരമായിരുന്നു. ഞങ്ങളുടെ ഒക്കെ ഹൃദയത്തിൽ തൊട്ടു. എന്തായാലും കാണുന്ന പ്രേക്ഷകരും ഇത് എല്ലാവരും അവരുടെ വീട്ടിലവർക്ക് അത് ഫീൽ ചെയ്യും ഈ ഒരു പെർഫോമൻസ്. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിന്റെ ജഡ്ജ്മെന്റിലേക്കോ. ശ്രേയ സർ, ശ്രേയ നന്നായിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ നിങ്ങളുടെ ഇവിടെയുള്ള ആക്ട് നമ്മളെ സത്യം പറഞ്ഞാൽ വിഷമിപ്പിച്ചു. കാര്യം ഹൃദയമുള്ള ആർക്കാണെങ്കിലും അത് കണ്ടാൽ വിഷമം വരും. അപ്പൊ എല്ലാരും മനോഹരമായിട്ട് ചെയ്തു കേട്ടോ. ഈ ഒരു സെറ്റപ്പ് നമുക്ക് ഹൃദയത്തിൽ വേദന ജനിപ്പിച്ചെങ്കിലും ഐറ്റം നന്നായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്കിങ്ങനെ ഈ നെഗറ്റീവ് സാധനങ്ങളോട് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അപ്പൊ ഇനി നമുക്ക് പാട്ടിലേക്ക് വരാം. നന്നായിട്ട് പാടി. എനിക്ക് ആ പിന്നെയും നീ അത് ആ സിംഗപ്പേഷൻ എന്താണ് ശ്രേയ ഉദ്ദേശിച്ചത്? പിന്നെയും പിന്നെയും നീ എന്നാണോ? അതിനപ്പോ അതിന് കുറച്ച് സോഫ്റ്റ് ആയിക്കോ, അല്ലെങ്കിൽ പിന്നെയും നീ അമ്പ് പോലെ അങ്ങനെയാണ് കേൾക്കണേ. പിന്നെയും നീ, അപ്പൊ അത് അമ്പ് ഇത് തലയെ കൊണ്ടെന്നൊക്കെ ആവും. അത് വേണ്ട, പിന്നെയും നീ. അത് പാടുമ്പോ അങ്ങനെ പാടണം കേട്ടോ. പിന്നെ എനിക്ക് ആ സ്ലിപ്പായ ചേട്ടാ മാത്രം ഒന്ന് പാടാമോ? എന്നും കുഴപ്പമില്ല. അത് കൃത്യമായിക്കോണം കേട്ടാ. അതേ ഉള്ളു ശ്രേയ.
വേറെ കാര്യമൊന്നും. ബാക്കിയൊക്കെ നല്ല മനോഹരമായിരുന്നു. നല്ല സുഖമുള്ള ഒരു പാട്ട്, നല്ല വളരെ രസകരമായിട്ട് വളരെ പോസിറ്റീവായിട്ടൊരു പാട്ടാണിത്. മൊത്തത്തിൽ ആക്ട് നല്ലതായിരുന്നടാ. താങ്ക് യു സർ. പാട്ട് നന്നായിട്ട് തന്നെ പാടും. താങ്ക് യു സർ. എന്നാ പിന്നെ നമുക്ക് ഇവരെ അങ്ങോട്ട് ഇരുത്താം, കുറെ നേരം നിന്ന് കാല് കഴിക്കും. അതെ അതെ അതെ. ഷാനിക്ക, ഭയങ്കര ഒരു ഇമോഷണൽ ഡ്രൈവായിരുന്നു ഇത്ര നേരം. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ അടുത്ത് വരെ ഞാൻ എൻ്റെ മമ്മീനെ വിളിച്ചിട്ട് ഞാൻ മമ്മി ഇത് ഇങ്ങനെ അപ്പോൾ മമ്മീനോട് പറഞ്ഞ് ഞാൻ പുലർച്ചെ 3 മണിക്ക് ഞാൻ എഴുന്നേറ്റിട്ട് നിനക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്, എല്ലാ പ്രശ്നങ്ങളും മാറിക്കോളും. ഇത് പറയാൻ വേറെ ആരുമില്ല. അത് മതി. വേറെ എന്താ വേണ്ടത്? ആ ഒരു വാക്ക് മാത്രം മതി. പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് തന്നെ തോന്നും ഓക്കെ, പ്രശ്നങ്ങളൊക്കെ മാറും. കാരണം അവർ തമ്മിലുള്ള കണക്ഷൻ വേറെയാണ്. ക്ലോസ് ടു ഗോഡാണ് അമ്മ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, വളരെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അമൃത TV ചൂസ് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതും ഇവിടെ പ്രസന്റ് ചെയ്യുന്നതും എല്ലാ ഫാമിലിയും. കാരണം ഇപ്പം എന്ത് പറഞ്ഞാലും നീ എൻ്റെതല്ലേ വാവി എന്നുള്ളത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രസന്റ് ചെയ്യാം. പുള്ളി ഷുഗർ കോട്ട് ചെയ്തിട്ട് നല്ല മുട്ടായി പരുവത്തിൽ ഇവിടെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് സെയിം ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു റെലവെന്റ് ടോപ്പിക് എടുത്തിട്ട് അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇത് പെർഫോം ചെയ്യാന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. അതിന് ധൈര്യം വേണം. ഇപ്പൊ കഴിഞ്ഞ തവണ അർച്ചനയുടെ കേസാണെങ്കിലും ശരി, ഇത്തവണ ശ്രേയയുടെ കേസാണെങ്കിലും ശരി, റെലവെന്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ് ഇവിടെ അഡ്രസ്സ് ചെയ്തത്. അപ്പൊ അതിന് അമൃത TVക്കും സതീഷ് ഭായ്ക്കും വലിയ ഒരു കയ്യടി ഡെഫിനറ്റ്ലി ഡിസേർവ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഹോൾ ആക്ട് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. എക്സെപ്റ്റ് എൻഡിങ് അത് വേണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നി. കാരണം അത് നല്ലൊരു സന്തോഷത്തിൽ തന്നെ അതങ്ങ് തീർക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേന്ന് അമ്മ മോളെ നോക്കിയിട്ട് കുറേ നേരം ആയിരുന്നു ആ വികാരമായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ശ്രേയ അമ്മയെ നോക്കിയിട്ട് എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വികാരം സെയിം ആണ് ഓൾമോസ്റ്റ്. അപ്പൊ അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നു. അത് ഗംഭീരമായിരുന്നു. ആ ഒരു ഹോൾ ഐഡിയ സൂപ്പറായിരുന്നു. പിന്നെ പാടിയത് ഇപ്പം ശരത്തണ്ണ പറഞ്ഞ അത് ഏതായിരുന്നു? എന്നെയും അങ്ങനെ അതിനിടയിൽ എന്തോ ഒരു സിലബൽ വന്ന പോലെ തോന്നി. ബാക്കി അതർവൈസ് എല്ലാം ഒന്നാമത് അങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഈ ഫാമിലി റൗണ്ടിന്. നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ അവളതാ ഓടിപ്പോന്ന്, അമ്മ വരുന്നു, അത് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നന്നായിരുന്നു ശ്രേയ. One of your best performances. Thank you ഷാനിക്ക. ചേച്ചി ശ്രേയ, ഈ പാട്ട് തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ശ്രേയക്ക് ഇത് എങ്ങനെ ഇത് പാടുന്നതാണ്. കാരണം തൊട്ടാൽ അപ്പം കരയുന്ന ഒരു പ്രകൃതമുള്ള ഒരു കുട്ടിയാണ്. പിന്നെ ശ്രേയക്ക് അറിയാം ലൈഫുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു സ്റ്റോറിയാണെന്നുള്ളത്. അപ്പം പൊതുവേ ഇപ്പം ഏത് സിംഗർ ആണെങ്കിലും ആര് പാടുകയാണെങ്കിലും നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ, ആ പാട്ടിനകത്തുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇമോഷണൽ ആവും. അത് പാടാൻ ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത്. പക്ഷെ എന്നാലും മോളത് ധൈര്യപുരസരം നല്ല ഭംഗിയായിട്ട് പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവസാനമായപ്പോഴും എനിക്ക് മോളുടെ ഡയലോഗ് ഡെലിവറി ആയാലും ആ അമ്മയും മോളും തമ്മിലെ ഡയലോഗ്സ് പോലും അതിൻ്റെ അകത്തൊരു ഇമോഷൻ ഉണ്ടായിരുന്നു. അത് വെറുതെ ഒരു പറയണല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞ പോലെ തോന്നിയില്ല. ആ മോളെ എന്ന് വിളിക്കുന്ന, അമ്മ എന്ന് വിളിക്കുന്ന ആ സീക്വൻസ് ഇമോഷണൽ അതിൻ്റെ തലത്തിലായിരുന്നു. ശരിക്കും ഇതിൻ്റെ സ്ക്രിപ്റ്റിനൊരു വലിയൊരു കയ്യടി. കാരണം എക്സലൻ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സലൻ്റ് ആയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ഡയലോഗിൻ്റെ ഇടയിലുള്ളതും എല്ലാം ഫാന്റാസ്റ്റിക് ആയിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോളും തളരാതെ തകരാതെ അസലായിട്ട് പാടി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. ശ്രേയ സർ 9.5 marks. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി 9.5 marks. താങ്ക് യു മാം. ശ്രേയ സർ ഒട്ടും കുറയ്ക്കുന്നില്ല. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 19. ഓക്കേടാ. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. സോ